Yes. അവർക്ക് കണ്ടുപിടിക്കണം. എന്താ വെച്ചാൽ ഫിഷറീസ് അല്ലേ അവളുടേത്. മോളോട് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ പറയണേ. പറയാം Yeah. അടുത്ത ഗെറ്റ് ടുഗദറിന് ഫുഡൊന്നും ഇല്ല കേട്ടോ. Get together വേഗം അറേഞ്ച് ചെയ്യണം സിസ്റ്റർ. അതാണ്. ഗെറ്റ് ടുഗദറിന് ഫുള്ള് ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ചെലവ് ചെയ്യാം. ഫുള്ളി ഞങ്ങളുടെ ഹോസ്റ്റ് രേഖ മാഡം ആണ്. സാറിന് പ്രത്യേക പൊറോട്ട സ്പെഷ്യൽ. ചെലവ് ചെയ്യുന്നതിനെക്കാളും നല്ലത് നിങ്ങൾ എല്ലാരും കൂടി എനിക്ക് ചെലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊരു സുഖം. ഓരോ രൂപയെ ചെലവ് വരും. എന്തൊരു സന്തോഷാവും അല്ലേ. എന്തൊരു നടക്കാത്ത സ്വപ്നം. അങ്ങനെയല്ല, എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. ഇവിടെ മോനോടല്ല. രജി സാർ തയ്യാറായിരുന്നു. ഇനി വേഗം തുടങ്ങാം. നമുക്ക് തുടങ്ങാലോ അല്ലെ? യെസ്. ഓക്കെ. എപ്പോഴോ തുടങ്ങണം. Okay, meeting call to order. Good morning all. The meeting in connection with the Coffee Talk 7 AM program is hereby called to order. ഇന്ന് ഡേ 786 ദിവസമാണ്. ഇസ്ലാമിക സംസ്കാരത്തിൽ 786 എന്ന നമ്പറിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർത്ഥം പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിന്റെ നാമത്തിൽ തുടങ്ങുന്നു എന്നാണ്. അപ്പൊ ഈ ഖുർആന്റെ വാക്യത്തിന് അബ്ജാദ് സംഖ്യമൂല്യം 786 ആണെന്നാണ് ചില പണ്ഡിതർ കണക്കാക്കുന്നത്. അതുകൊണ്ട് ബിസ്മിക്ക് പകരം ചില ഭാഗങ്ങളിലൊക്കെയും നമ്മൾ ബോർഡിലേയും കണ്ടിട്ടുണ്ടാവും 786. ഇത് ഖുർആനിൽ നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, ഒരു സാംസ്കാരിക രീതിയാണ്. മതനിയമമുള്ള നിർബന്ധമില്ല. ഇത് ഈ നമ്പർ കൂടുതലായി ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കാണാൻ കഴിയുന്നത്. ഏതായാലും ഈ 786 എന്നുള്ളൊരു നമ്പർ പണ്ട് മുതലേ കാണാപ്പാടുള്ളത് കൊണ്ട് നമ്മളെ പാസ്വേഡ് മറ്റുള്ളതിലൊക്കെയും ഒരു നമ്പറായിട്ട് യൂസ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ ഒരു ഓർമ്മയായിട്ടാണ് എനിക്ക് അതിനെ ഞാൻ കൊണ്ട് നടക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് 786 ദിവസത്തിൽ നമുക്ക് സ്വാഗതം പറയാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രിയപ്പെട്ട കണ്ണൂരിന്റെ തലശ്ശേരിയിലുള്ള ജസ്മി ഹാരിസ് മാമിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജസ്മി മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു ചെയർമാൻ. ഇന്ന് സ്വാഗതം പറയാൻ എന്നെ ക്ഷണിച്ചത് അതിയായ സന്തോഷം. ഓരോ ദിവസവും നമുക്ക് പുതുമയുള്ള അറിവുകളും സ്വയം വളർച്ചയ്ക്ക് പ്രചോദനം നൽകുന്ന കോഫി ടോക്ക് പ്ലാറ്റ്ഫോം ഇന്ന് 786 ദിവസത്തിൽ ദിനപ്രതി നമുക്ക് സ്വയം മെച്ചപ്പെടുത്താനും പുതിയ ആശയങ്ങൾ കൈവരിക്കാനും ഇത് വലിയൊരു അവസരമാണ് നൽകുന്നത്. ഇന്നത്തെ സെക്ഷനിൽ നമ്മോടൊപ്പം വിലപ്പെട്ട അറിവുകൾ പങ്കുവെക്കാൻ എത്തിച്ചേർന്ന ട്രെയിനർ രമ്യ മേഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്ന ആദരണീയായ ചെയർമാൻ ഉസ്മാൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കോഫി ടോക്കിന്റെ ഫൗണ്ടറായ ഇഷാം സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിനെ വിജയകരമാക്കാൻ പിന്നിൽ പ്രവർത്തിച്ച കോർഡിനേറ്റർമാരായ മുജീബ് സർ, ശ്രീജിത്ത്, രേഖ മാം, സുനില മാം, ഇവരെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. ഓരോ ദിവസവും നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ക്വിസ് മാസ്റ്റർ കുന്നത്ത് മനോജ് സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ 2 എല്ലോ പ്രസിഡന്റ്മാരായ റിയാസ് സർ, പ്രണവ് സർ, ഇവരെയും ആദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ പ്രോഗ്രാം വിജയകരമാക്കിയ ഓരോ കോഫി ടോക്ക് അംഗങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു ജസ്മി മാം. ജസ്മി മാം എന്താണെന്നുണ്ടെങ്കിലും വളരെ ഭംഗിയായിട്ടാണ് ഓരോ വ്യക്തികളെയും വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ സ്വാഗതം പറഞ്ഞു. ഒരുപാട് നന്ദി. ഇന്ന് JFM രമ്യ സന്തോഷ് മാമാണ് നമ്മുടെ ട്രെയിനറായിട്ട് കോഫി ടോക്കിന്റെ മാജിക് നമ്പറിലേക്ക് വന്നിട്ടുള്ളത്. അവരുടെ പ്രൊഫൈൽ 2022 പാണ്ടിക്കാട് റോയൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ടീച്ചറാണ്. ഒരുപാട് പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ മാഡം ഇന്ന് വേറൊരു നോക്കുകുത്തി ആകേണ്ടി വരും. അപ്പൊ അത് കാരണം അവരുടെ പ്രൊഫൈൽ ഞാൻ എന്ത് ചെയ്യാം, നമ്മളെ ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ABCD എന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ്. ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ കുസൃതി ചോദ്യങ്ങളും ചോദിച്ചു ABCD എത്ര അക്ഷരമാണ്. അപ്പൊ ചിലർ പറയും 26 എന്ന്, ചിലർ പറയും 4 അക്ഷരം എന്ന്. എന്താണെന്നുണ്ടെങ്കിൽ അതേ ഒരു എന്താ പറയുക ക്യൂരിയോസിറ്റി കൊണ്ട് തന്നെയാണ്, ഒരു കൗതുകത്തോടെ തന്നെയാണ് ഞാൻ നോക്കി കാണുന്നത്. ഇന്നത്തെ ആ ABCD എന്നുള്ള ആ നമ്പർ അല്ലെങ്കിൽ ആ വാക്കുകൾ എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഏറ്റവും പ്രിയപ്പെട്ട രമ്യ സന്തോഷ് മാമിനെ ഞാൻ ഈ ഫ്ലോറിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവർക്ക് ഫ്ലോർ കൈമാറുന്നു.
Please welcome Ramya ma'am. താങ്ക് യു സ്മൻക. ഞാൻ ഒരിക്കൽ മാത്രമേ ഈ വഴിയിലൂടെ കടന്നു വരുള്ളൂ. കാരണം അതെനിക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ഇന്നത്തെ ഈ പ്രഭാതത്തില് ഇന്നത്തെ ചെയർമാൻ ഉസ്മാൻ സർ, അതുപോലെ തന്നെ കോഫി ടോക്കിന്റെ ഫൗണ്ടർ JC ഡോക്ടർ ഇഷാം, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എവറി സെഷൻ ഈസ് എ ന്യൂ ഓപ്പർച്യൂണിറ്റി. നമുക്ക് കിട്ടുന്ന ഓരോ സെഷൻസ് നമുക്ക് ടു ലേൺ, ടു പ്രിപ്പയർ. അതുകൊണ്ട് തന്നെ കോഫി ടോക്ക് എന്ന് പറഞ്ഞ ഒരു ഫാമിലിയാണ്. അതിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. എന്താണ് ABCD എന്ന്? എന്താ നിങ്ങൾ ABCD എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താവും ഞാൻ പറയാൻ പോകുന്നത്? എന്താണ് തോന്നുന്നത്? എന്തെങ്കിലും ഒരു തുടക്കം എന്ന് പറഞ്ഞ ഇപ്പം ആൽഫബറ്റിൽ തന്നെ ABCD ആദ്യത്തെ തുടക്കം. ലൈഫിൽ തന്നെ ഞങ്ങളെ ABCD ആറ്റിറ്റ്യൂഡ് രമ്യ മാഡം എപ്പോഴും ABCD വളരെ അടുത്ത ആളാണ്. കാരണം കൂടുതൽ ഉത്തരം പറയണത് ABCD നോക്കിയിട്ട് ഇങ്ങനെ ഉത്തരം പറയാം. ടീച്ചറാണ് അതാണ് ABCD. ഓക്കെ അസിസ്ക. ഓക്കെ രമ്യ മാഡത്തെ ABCD വരെ അറിയുള്ളൂ. അതേ ഉള്ളൂ അല്ലേ? ആ ശരി. എനിക്ക് തോന്നുന്നത്. യെസ്. ഓക്കെ, എന്തായാലും വളരെ വേഗത്തിലോടുന്ന ഒരു ഘടികാരം അത്രയും സ്പീഡിലൂടെയാണ്. അപ്പൊ ഘടികാരത്തിന്റെ സ്പീഡ് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ്. സ്പീഡ് കുറയ്ക്കാൻ സൂചിമ കയറി പിടിച്ചു, ഘടികാരം നിന്നില്ല. ആ സൂചിമ പിടിച്ച ആളെയും കൊണ്ട് സ്പീഡിലോടി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ലോകം അത്രയും വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിന്ന സ്ഥലത്ത് നിൽക്കണമെങ്കിൽ പോലും നമ്മൾ ട്രെഡ്മില്ലിൽ കയറിയ അവസ്ഥയാണ്. നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കണമെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് നിന്ന് പോയാൽ ട്രെഡ്മില്ലിൽ നിന്നുള്ള അവസ്ഥ അറിയാലോ, മുഖമടിച്ചു വീഴും. അത്രയും വേഗത്തിലാണ് ഓരോ നിമിഷവും ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ അത്രയും വേഗത്തിൽ ഓടുന്ന ഈ ലോകത്ത് നമുക്കും ചിലതൊക്കെ ചെയ്തേ മടങ്ങാൻ പറ്റുള്ളൂ. എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരും തീരുമാനിക്കുന്നതാണ്. നമുക്ക് ചെയ്യാൻ അനേകം കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നത് നമ്മൾ ഓരോരുത്തരുടെയും തീരുമാനമാണ്, നമ്മളെ ഗോളാണ്. ഓക്കെ, ഈ ഒരു ഫോട്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ്, വളരെ വൈറലായ ഒരു ഫോട്ടോ ആണ്. ആ കുട്ടികൾ ആസ്വദിക്കുന്നത്. യെസ്, നമ്മളൊക്കെ ഐഫോണിന്റെ 17 Pro Max നോക്കിയിരിക്കുകയാണ്. കാരണം ലാസ്റ്റ് എഡിഷൻ അതായിരുന്നു. പക്ഷെ ഒരു ചെരുപ്പ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്ന കുട്ടികളുടെ ചിത്രം, ഇത് നാഗേഷ് സാർ പറഞ്ഞ പോലെ തന്നെ അത്രയും വൈറലായ ഒരു ഫോട്ടോ ആയിരുന്നു. കാരണം ആ കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്ന രീതി എന്നതിനപ്പുറം ആ കുട്ടികളുടെ മുഖത്തുള്ള ഒരു ഹാപ്പി ഫീലിംഗ് ഉണ്ട്. ഒരു കുട്ടി പോലും ചിരിക്കാതെ നിൽക്കുന്നില്ല. ചെരുപ്പാണെന്നുള്ള ഓർമ്മ പോലും ആ കുട്ടികൾക്കില്ല. ചെയ്യുന്ന കാര്യത്തിൽ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് ചെയ്തോട്ടെ, ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അത് വിചാരിച്ച് ഫുൾ പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. നമുക്കൊരു ലക്ഷറിയസ് കാർ ഉണ്ടായിട്ട് കാര്യമില്ല, വീടുണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ ചുറ്റുഭാഗം അത്രയും ധനികരായിട്ടുള്ള ആൾക്കാരായിട്ട് കാര്യമില്ല. ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ്. ഹാപ്പിനെസ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സന്തോഷത്തില് മുന്നോട്ട് പോകാൻ നമ്മളെ മനസ്സിൽ ആ ആറ്റിറ്റ്യൂഡ് വേണം. എന്ത് വന്നാലും ഞാൻ അതിൽ സന്തോഷിക്കും. ദുഃഖം വരട്ടെ, അപ്പൊ ദുഃഖിക്കണം. പക്ഷെ അതിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അതുകൊണ്ട് ഈ ഹാപ്പിനെസ് ആയിട്ട് മുന്നോട്ട് പോകാൻ എന്നുള്ളത് പ്രധാനം. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, നമ്മളെ വീട്ടിലുള്ളവർക്ക്, നമ്മളെ കുട്ടികൾക്ക്. അതിൻ്റെയൊക്കെ അപ്പുറം നമ്മൾ എത്രത്തോളം സേഫ് ആക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എത്ര ഹാപ്പിയാണ് എന്നുള്ളത് സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കുക. ശരിക്കും നമ്മൾ ഹാപ്പിയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ശരിക്കും ആലോചിക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണോ? യെസ്, വി ആർ എൻജോയിങ് അവർ ലൈഫ്. ഓക്കെ, താങ്ക് യു. എല്ലാ സമയത്തും നമ്മൾ ഹാപ്പിയാണോ? സിറ്റുവേഷൻ ചിലപ്പോൾ നമ്മൾ മാറ്റം വരുത്തും, സർക്കംസ്റ്റൻസും അത് ഇതൊക്കെ. യെസ്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മൾ സാഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിരിക്കാം. പക്ഷെ അതിനുശേഷം നമ്മളെ സേഫ് ആക്കണമെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുള്ളൂ.
പിന്നെ നമുക്ക് എങ്ങനെ ഈ ഹാപ്പി ഇല്ലാതെ ആവണത്? മറ്റുള്ളവരെ നന്നാക്കാൻ പോയിട്ടാണ്, ഹസ്ബൻഡിനെ നന്നാക്കാൻ, കുട്ടികളെ നന്നാക്കാൻ പോയിട്ട്. അതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരെ നന്നാക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മളെ ഹാപ്പി കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ജീവിക്കുക. അവർക്ക് വേണ്ടത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പക്ഷെ അത് മാത്രമാവരുത് പണി. അവർക്ക് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മളെ കടമ എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും അവരെയും കൂടി അതിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ഒന്നാമത്തെ കാര്യം, ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ്. ഹാപ്പിനെസ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. അതായിരുന്നു എ. ശ്രീജന ടീച്ചറെ ഗസ്റ്റ് ശരിയായി. ഹാപ്പിനെസ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. എ വെച്ചിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ദാറ്റ് ഈസ് അഡാപ്റ്റബിലിറ്റി. എന്താണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ? എനിവൺ? എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പഠിക്കുക. ഓക്കെ, എല്ലാത്തിനും ഉൾക്കൊള്ളാം. നമുക്ക് കുറെ സാഹചര്യങ്ങൾ ഉണ്ടാവാം. നമ്മൾ അച്ഛനും അമ്മയും നമ്മൾ വിചാരിക്കാത്ത യെസ്. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച സിറ്റുവേഷനിൽ ആവില്ല നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിച്ച ജോലി ആവില്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഉദ്ദേശിക്കാൻ ഞാനാവില്ല ചിലപ്പോ ഞാനിപ്പോ. പക്ഷെ നാളെ ഞാൻ മരിക്കുമ്പോ ഞാൻ ഉദ്ദേശിച്ച ഞാനായി മരിച്ചില്ലെങ്കിൽ അത് എന്റെ തെറ്റ് മാത്രമാണ്. സാഹചര്യത്തിനനുസരിച്ച് മാറാൻ ശ്രമിക്കുക. ദിനോസറിന്റെ കാലം മുതല് ഇന്ന് വരെ നമ്മുടെ നാട്ടില് ജീവിച്ചൊരു ജീവിയുണ്ട്. ഇന്ന് വരെ നമ്മൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. ഏതാണ് ആ ജീവി? ആർക്കെങ്കിലും ഗസ്? ഉറുമ്പ്. പാറ്റയാണോ? പാറ്റ. ഉറുമ്പ്. കോക്രോച്ച്. ഓന്ത് ഓന്ത്. സ്റ്റക്കായിണ്ടോ? ചോദ്യം എന്താണ്? ചോദ്യം ആദ്യം മുതൽ ഇതുവരെ ദിനോസറിന്റെ കാലം ജീവിക്കുന്ന ഒരു മുതൽ ഇപ്പോഴും ജീവിക്കുന്ന ഒരു ജീവി. പാറ്റ പാറ്റ. വെരി മനുഷ്യൻ. കുരങ്ങ്, മങ്കി. പാറ്റ. ആരാ പാറ്റ എന്ന് പറഞ്ഞ? പാറ്റയെന്ന് ആദ്യം പറഞ്ഞത് ഞാനാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എനിക്ക് വൈഫൈ ഒന്ന് കട്ടായി, അതുകൊണ്ട് ആ ടൈം ലാഗായി. അപ്പോ പാറ്റയാണ് ആ ജീവി. എന്തുകൊണ്ടാണ് പാറ്റ അന്നും ഇന്നും ഒരുപോലെ ജീവിക്കാൻ കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പാറ്റ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കുന്ന ഒരു ജീവിയാണ്. യെസ്, ഏത് സാഹചര്യം വന്നാലും അതിനനുസരിച്ച് പാറ്റയ്ക്ക് അതിജീവിക്കാൻ കഴിയും. അതായത് പാറ്റേനെ രണ്ടാം കൂർത്ത കൊമ്പുകൾ ഉപയോഗിച്ച് പാറ്റ ഒരു മിനിറ്റിൽ 24 പ്രാവശ്യം ദിശ മാറാൻ പാറ്റയ്ക്ക് കഴിയും. അതുകൊണ്ട് നമുക്കുള്ള സാഹചര്യം എന്താണെങ്കിലും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ദിശ മാറി കൊടുക്കുക. എല്ലാം ഒഴുകുന്നതിനൊപ്പം ഒഴുകാതെ നമ്മൾ ചില ദിശ മാറല് നമ്മുടെ ജീവിതത്തില് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പാറ്റയെ പോലെ അത്രയും കാലം, ആയിരക്കണക്കിന്, 10,000-കണക്കിന് വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. ഏതാണ് നമ്മളെ സാഹചര്യം അതിനനുസരിച്ച് ജീവിക്കാം. സോ ആ സാഹചര്യം ചിലപ്പോൾ നെഗറ്റീവ് ആവാം, അവിടുന്ന് മാറിക്കൊടുക്കുക. എന്തൊരു സാഹചര്യം വന്നാലും അതിനനുസരിച്ച് നമുക്ക് ചില മാറ്റങ്ങൾ സ്വയം നമ്മൾ തന്നെ ഉണ്ടാക്കാം. ഓക്കെ, ഞാനൊരു സ്മൈലി അയക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് എല്ലാരും ടൈപ്പ് ചെയ്തിടാം. ഞാൻ അയച്ച സ്മൈലി ഏതാണോ അത് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. റെഡി? റെഡി? ഹലോ? Yes, Yes, ma'am. yes. Yes, yes. Please type. ready. Yeah, Joshi sir, very good. വൈഫൈ കട്ടാവുന്നുണ്ടോ മാമിന്? Nagesheta, good. Yes. വരുന്നില്ല, കിട്ടുന്നില്ല. Okay, next one. Ready? Next one. These two. These two, fast.
ടൈപ്പ് ഇറ്റ് പ്ലീസ്. ആരും ടൈപ്പ് ചെയ്തിട്ടില്ല? ഇതിൽ വരുന്നില്ല. ഇപ്പൊ വരുന്നുണ്ട്. ചാറ്റിൽ എടുത്തിട്ട് ടൈപ്പ് ചെയ്യാം. അവിത മാം, വൺ ഈസ് ഓക്കെ. 2 എണ്ണം ഉണ്ട്. ഒന്ന് ഹായ് എന്നുള്ളതും ഒന്ന് ലവ്. ഹായ് എന്നുള്ളത് ലവ് അവിടെ. ടീച്ചർ പ്ലീസ് ടൈപ്പ് ഫാസ്റ്റ്. Okay, just me, ma'am. Very good. Next. Ready? Ready for next? Yeah, these 3. Ready? യെസ്, അത് വരുന്നില്ലല്ലോ നമ്മളെ ഇതില്. അതാണ് ചാറ്റിൽ വരുന്നില്ല. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇതില് ഈ ഗ്രൂപ്പിൽ 62 ആളുകളുണ്ട്. ആബിദ മാം, ഹേമ മാം, നാഗേഷ് ഏട്ടൻ, റാനിയ മാം, അതുപോലെ തന്നെ ജാസ്മി സർ, ജോഷ് സാറെ പേര് ഞാൻ വിട്ടുപോയി. ഇത്ര ആളുകളാണ് ടൈപ്പ് ചെയ്തത്. ഡിയർ ഫ്രണ്ട്സ്, ബി ആക്റ്റീവ്. എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ നമ്മൾ ആക്റ്റീവ് ആവുക. എങ്ങനെ? ഇപ്പൊ ഒരു സ്മൈലി ടൈപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ചില ആൾക്കാര് ജോലികളിലാവാം, ചില ആൾക്കാര് യാത്രയിലാവാം. പക്ഷേ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കുക. ബി ആക്റ്റീവ്. ദാറ്റ് ഈസ് ബി. അതായത് നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഈ ലോകത്ത്. എനിവൺ, എന്തൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ. ഒന്ന് സംസാരിക്കാം. ഓക്കെ, ഗുഡ്. എല്ലാവരും പുഞ്ചിരിയോടുകൂടി വരവേൽക്കാം. എല്ലാവർക്കും നമുക്ക് പുഞ്ചിരി നൽകാം. ഹേമമാൻ, അത് പറയാണ്ട ആള് ഹേമമാൻ തന്നെയാണ്. ഓക്കെ, ഇവിടെയുണ്ട് ഞാനെന്ന് അറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നതിൽ സാക്ഷ്യമായി ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായ എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവിതം. പി രാമചന്ദ്രന്റെ ഒരു കവിതയാണ്. അപ്പൊ നമ്മൾ ഈ ലോകത്ത് ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവര് അറിയണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചില കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോകുമ്പോ ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് അടുത്ത തലമുറ പറയണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് അവശേഷിപ്പിച്ചിട്ട് വേണം ഈ ലോകത്തോട് വിട പറയാൻ. അപ്പൊ ഒന്നാമത്തത് നമ്മളെ ആറ്റിറ്റ്യൂഡും അഡാപ്റ്റബിലിറ്റിയാണ്. രണ്ടാമത് പറഞ്ഞ കാര്യം ബി ആക്റ്റീവ്. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നമ്മളാവണം രാജാവ്. നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ഇരിക്കുന്നത് അതിൽ നിന്നൊക്കെ മാറി സ്വന്തം സന്തോഷത്തിന് പ്രാധാന്യം നൽകി മുന്നോട്ട് പോവാൻ നമുക്ക് ഓരോരുത്തർക്കും അത്രയേറെ കഴിവുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമ്മൾ പ്രശ്നം എന്താ, കഴിവ് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമാണ്. സന്തോഷം എന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഇനി ഞാനിപ്പോ അടുത്ത് വായിക്കുന്ന പുസ്തകത്തിന്റെ പേരാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, നെപ്പോളിയൻ ഹിൽസിന്റെ ബുക്കാണ്. അപ്പോ ഇതില് പറയുന്നുണ്ട്, ചിലപ്പോ നിങ്ങൾ കേട്ട കഥയായിരിക്കാം. നെപ്പോളിയൻ ഹിൽസിന്റെ മോന് ചെവി കേട്ടിരുന്നില്ല. ഇപ്പൊ അടുത്ത് ആരോ പറഞ്ഞ പോലെ തോന്നുന്നു. ചെവി കേൾക്കാത്ത മകനായിരുന്നു നെപ്പോളിയൻ ഹിൽസിന്. പക്ഷെ ചെറുപ്പം മുതലേ ചെവിന്റെ സ്ഥാനത്ത് ഈ ചെവി എന്ന് പറയുന്ന സാധനം തന്നെ അല്ല, എന്തോ ചെറിയൊരു ഇത് മാത്രം. അപ്പോ നെപ്പോളിയൻ ഹിൽസ് ചെറുപ്പത്തിൽ തന്നെ അവനോട് പറയും, നിനക്ക് അവന് മനസ്സിലാവുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നും പറയും, കേൾക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും വായെങ്കിലും അനക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നിനക്ക് ചെവി കേൾക്കാത്തത് ഒരു അനുഗ്രഹമാണ്.
കാരണം ക്ലാസ്സിൽ നിനക്ക് ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കാൻ കഴിയുന്നു. കേൾക്കാത്തതുകൊണ്ട് ടീച്ചർമാർ നിന്നെ ഫസ്റ്റ് ബെഞ്ചിൽ ഇരുത്തുന്നു. മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ എല്ലാ ആളുകളും നിന്നെ ശ്രദ്ധിക്കുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അവൻ വളർന്നു വരുമ്പോ ഒരു കാര്യം നെപ്പോളിയൻ ഹിൽസ് മനസ്സിലാക്കി. അവിടെ വീട്ടിൽ പാട്ട് വെക്കുന്ന സമയത്ത് മകൻ അത് കടിച്ചിട്ട് അതിന്റെ സൗണ്ട് മനസ്സിലാക്കുന്നു. ആദ്യമായിട്ട് നെപ്പോളിയൻസ് മനസ്സിലാക്കി സൗണ്ട് എന്നത് ചെവി കൂടെ അല്ല കേൾക്കുന്നത്, നമ്മളെ എല്ലിന്റെ വൈബ്രേഷൻ ആണ് സൗണ്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ആ മകന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പതുക്കെ പതുക്കെ അവന് പഠിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഇയറിംഗ് എയ്ഡ് അവന്റെ സ്കൂളില് കോളേജിൽ വന്ന് പരീക്ഷിച്ചു. അത് അവൻ തന്നെ ഉപയോഗിച്ചു. പതുക്കെ അവന് ചെവി കേൾക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. എന്താണ് കാരണം? അത് ഈ ലോകം നമുക്ക് എല്ലാം തരാൻ റെഡിയാണ്. പക്ഷെ നമ്മളത് എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അതാണ് പ്രധാനം. ലോകം റെഡിയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഒരിക്കലും നമ്മൾ നശിക്കണം എന്ന് ആഗ്രഹിക്കില്ല. പക്ഷെ നമ്മൾ അത് വാങ്ങിക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് കൃത്യമായും അത് ലഭിക്കുക ചെയ്യും. അതുകൊണ്ട് തന്നെ നെപ്പോളിയൻ ഹിൽസിന് പറഞ്ഞതുപോലെ നമുക്ക് ലോകത്ത് എന്താഗ്രഹിച്ചാലും അത് കിട്ടും. പക്ഷെ ആഗ്രഹിക്കണം എന്ന് മാത്രം. തമിഴ്നാട്ടിൽ ജനിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു. അവന്റെ അച്ഛനും അമ്മയ്ക്കും 6 മക്കളായിരുന്നു. അതിലെ ഏറ്റവും ചെറിയവനായിരുന്നു അവനാണ് പാരാ ഒളിമ്പിക്സില് ഹൈ ജമ്പില് മെഡൽ കിട്ടിയ ഒരാളായിരുന്നു. ആർക്കെങ്കിലും പേരറിയോ? അവന്റെ പേരായിരുന്നു മാരിയപ്പൻ തങ്കവേലു. തന്റെ അമ്മയ്ക്കുള്ള 6 മക്കളിൽ ഏറ്റവും ചെറിയ മകനായി ജനിച്ചു. പക്ഷെ ഒരിക്കല് ഒരു സ്കൂൾ ബസ് ബാക്കിൽ എടുക്കുന്ന സമയത്ത് സ്വന്തം കാൽപാദത്തിൽ ആ സ്കൂൾ ബസ് കയറി. കാല് ആകെ ചതഞ്ഞരഞ്ഞു. അവൻ അത്രയും കോൺഫിഡൻസ് ആയി. എല്ലാ ഗ്രൗണ്ടിലും ഫുട്ബോൾ കളിച്ച് നടന്നിരുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ കാല് ചതഞ്ഞതോടുകൂടി അവന്റെ മനസ്സും ചതയാൻ തുടങ്ങി. എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്നുള്ള തരത്തിലേക്ക് മനസ്സ് പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങി. കാരണം ഏത് സമയത്തും റെസ്റ്റ് എടുക്കുകയാണ്. സോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു. ഒരിക്കലും സ്കൂളിൽ പോയ സമയത്ത് എന്റെ സ്പോർട്സ് ടീച്ചർ അവനോട് പറഞ്ഞത്രേ, മാരിയപ്പൻ, നീ എത്ര നന്നായിട്ട് കളിച്ചിരുന്ന ആളാണ്. നിനക്ക് ഇനിയും കൂടുതൽ കളിക്കാൻ സാധിക്കും. പക്ഷെ നീ അതിന് മനസ്സ് വെക്കണം. പതുക്കെ പതുക്കെ അവൻ പ്രാക്ടീസുകൾ തുടങ്ങി. എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നതിലധികം പ്രാക്ടീസ് ആ സ്പോർട്സ് ടീച്ചർ അവന് വേണ്ടി കൊടുത്തു. പതുക്കെ അവൻ ഓടാൻ തുടങ്ങി, ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി, ചാടാൻ തുടങ്ങി. ആ സ്കൂളിലുള്ള ബാക്കിയുള്ള കുട്ടികൾ ചാടുന്നതിനേക്കാൾ ഏറ്റവും ഉയരത്തിൽ അവൻ ചാടി. സ്കൂളുകാർ ഞെട്ടി, ടീച്ചർ ഞെട്ടി, ലോകം തന്നെ ഞെട്ടി. അങ്ങനെ ആ ചാട്ടം അവനെ ഒളിമ്പിക്സിൽ എത്തിച്ചു, പാരാ ഒളിമ്പിക്സിൽ. ഇങ്ങനെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ആൾക്കാർക്കുള്ള ഒളിമ്പിക്സ് ആണ് പാരാ ഒളിമ്പിക്സ്. അങ്ങനെ 2016 റിയോ ഒളിമ്പിക്സില് അവന് ഗോൾഡ് മെഡലും കൊണ്ടാണ് ഇന്ത്യക്ക് തിരിച്ചു വന്നത്. അന്ന് അവന് കിട്ടിയത് 2 കോടി രൂപയാണ് പാരിതോഷികം. അതില് 30 ലക്ഷം രൂപ അവൻ പഠിച്ച സ്കൂളിന് കൊടുത്തു. അതാണ് അവനെ വ്യത്യസ്തനാക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് തനിക്ക് കിട്ടിയ 2 കോടിയിൽ നിന്ന് 30 ലക്ഷം സ്വന്തം സ്കൂളിന് കൊടുത്തു. എത്ര ആൾക്കാർക്ക് അവനവന് വന്ന വഴി ഓർമ്മയുണ്ട്. നമ്മളൊക്കെ പല വഴി കൂടെ വന്നത്. ചില ആളുകൾ അവസരം തന്നതുകൊണ്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ചില ആളുകൾ മനഃപൂർവ്വം മാറി നിന്നുകൊണ്ടാണ്. ഒറ്റയ്ക്ക് ഓടിയാൽ ആരും ജയിക്കില്ല, ഒപ്പം ഓടാൻ ആളുണ്ടെങ്കിൽ മാത്രമേ ജയിക്കുള്ളൂ. സോ അവൻ 30 ലക്ഷം രൂപ സ്കൂളിന് തന്നെ കൊടുത്തു. നമുക്ക് അങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട് നമുക്ക് ചുറ്റും. അതെ, അങ്ങനത്തെ ആളുകളുണ്ട് എന്നുള്ള കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ സ്വന്തം കാര്യത്തില് നമ്മളെ ചുറ്റും നമ്മളെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആവാൻ നമുക്ക് ആളുണ്ടെങ്കിൽ, ഉണ്ട് എന്ന കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ഒന്നും പേടിക്കാനില്ല. സോ ഡിയർ ഫ്രണ്ട്സ്, കോൺഫിഡൻസ് ഇസ് ദ തേർഡ് തിങ്. സോ കോൺഫിഡൻസ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല.
കാരണം ഈ ഭൂമിയിൽ ഇന്ന് ഞാൻ രാവിലെ നീച്ച് ശ്വാസം വലിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കോൺഫിഡൻസ് ആണ്. ആ ദൈവത്തിന്റെ കോൺഫിഡൻസ് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ദൈവം നമ്മളൊക്കെ വിചാരിക്കും നാളെ ഉണ്ടാകും പക്ഷെ നമുക്ക് ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യാം. മാക്സിമം ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യാം. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യാം. 3 കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ പുതിയ തലമുറേനെ ഇങ്ങനെ ഡെഡിക്കേഷൻ ഇല്ല എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ചിലപ്പോ ഇങ്ങനെ പറയാറുണ്ട്. പറഞ്ഞത് കേൾക്കില്ല, ഡെഡിക്കേഷൻ ഇല്ല. ഞാനൊരു ടീച്ചറും കൂടി ആയതുകൊണ്ട് രക്ഷിതാക്കളെ പരാതി ഏത് സമയത്തും ഫോണിലാണ്. അവർക്ക് തീരെ ഡെഡിക്കേഷൻ ഇല്ല, സ്നേഹമില്ല, കുട്ടികൾക്ക് എന്താവും എന്നറിയില്ല. നമ്മളെ ജീവിതത്തില് 3 കാര്യങ്ങളാണുള്ളത് ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരാൾ എന്നുള്ള രീതിയിൽ. ഒന്നാമത്തെ കാര്യം നമ്മുടെ DNA ആണ്. അതൊരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല. രണ്ടാമത്തത് അൺനോൺ ആണ്. അത് ആർക്കും അറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഏതാണോ ശക്തി അതിന് മാത്രമേ അറിയുള്ളൂ. അപ്പോ ഒന്ന് അൺനോൺ, 2 DNA ആണ്. മൂന്നാമത്തെ കാര്യമാണ് അത് നമ്മളെ ചുറ്റുമുള്ള നമ്മൾ കൊടുക്കുന്ന ഒരു പാരന്റ് എന്ന രീതിയിൽ നമ്മളെ മക്കൾക്ക് കൊടുക്കുന്നതാണ്. പാരന്റ് ആസ് എ ടാങ്ക്, ചിൽഡ്രൻ ആസ് എ ടാപ്പ്. ടാങ്കിലുള്ളത് മാത്രമേ ടാപ്പ് കൂടെ വരുള്ളൂ. ക്ലാസ്സില് പല ക്ലാസ്സിലും ടീച്ചേഴ്സിന്റെ പരാതി കേട്ടിട്ടുണ്ട്. കുട്ടികൾ ക്ലാസ്സിൽ വേണ്ടാത്തരങ്ങൾ വിളിക്കുന്നു, അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും അടങ്ങിയിരിക്കൂല, വേണ്ടാത്ത വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, യൂട്യൂബ് കണ്ടിട്ടാണോ എന്താണോ നമുക്ക് ടീച്ചേഴ്സിന്റെ പരാതി കേട്ടിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുക, നമ്മള് വീട്ടിൽ എന്തൊക്കെ കുട്ടികളെ വിളിക്കുന്നു. ടാങ്കിലുള്ളത് മാത്രമേ ടാപ്പിൽ വരൂ. അത് സ്നേഹമാണെങ്കിലും വേണ്ടാത്ത വാക്കുകളാണെങ്കിലും നന്ദിയാണെങ്കിലും നന്മയാണെങ്കിലും. സോ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. വന്ന വഴി മറക്കാതിരിക്കുക. പല ആളുകളും വഴി മാറി തന്നുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. Then the last thing is D, that is coffee talk. Why I am ഈ ഫോട്ടോ എന്തിനാവും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക? Anyone? ABC പറഞ്ഞു. D എന്നതിൽ ഞാൻ എന്തിനാവും കോഫി ടോക്കിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ടാവും? എനി ഗസ്? ആരെങ്കിലും? Direction, dedication, Okay, very good. Direction, dedication, discipline, determination, discipline. Yes, determination. Very good. Yes. ഇതിന്റെ ഒക്കെ ഉത്തരമാണ് കോഫി ടോക്ക്. 786 ദിവസം, 1-2 ദിവസം തന്നെ ഒരു ഓൺലൈൻ സെഷൻ നടത്താൻ ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടുന്ന സമയമാണ്. സോ ആർക്കും സമയം വെറുതെ കളയാനില്ല. എല്ലാവർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട. 786 ദിവസം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ വേർഡാണ്, ദാറ്റ് ഈസ് ഡെഡിക്കേഷൻ. അപ്പോ എന്ത് കാര്യത്തിലും നമ്മൾ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ അത് നമുക്ക് നേടിത്തരാൻ കൂടെ കുറെ ആളുകൾ ഉണ്ടാവും. നമ്മൾ വിചാരിക്കാത്ത കുറെ പേര് നമ്മളെ കൂടെ ചേരും. സോ അത്രയും ഡെഡിക്കേറ്റഡ് ആയി മുന്നോട്ട് പോകുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചതില് വളരെ സന്തോഷം. ഡെഡിക്കേഷൻ എന്നാല് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നതിനപ്പുറം സ്വയം ഒരു ഡിസിപ്ലിനോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് തുടങ്ങാൻ ഭയങ്കര ഇഷ്ടം, ചിലതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട വാക്കാണ് ഡെഡിക്കേഷൻ. എനിക്കത് വേണമെങ്കിൽ ഞാൻ എന്നോട്, നമുക്ക് ഒഴിവാക്കുന്ന ഒരു സാധനം വെച്ചാല് എനിക്ക് എന്നോടുള്ള ഒരു സെൽഫായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. രാവിലെ നിൽക്കുന്നു, അവർക്ക് വേണ്ട ചോറും ചായ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഓഫീസിൽ പോകും. പക്ഷെ എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് ചെലവാക്കാൻ അപ്പയ്ക്ക് സമയമില്ല. സോ ആദ്യം ഡെഡിക്കേഷൻ കൊടുക്കേണ്ടത് സെൽഫിനാണ്, നമ്മൾ ഓരോരുത്തർക്കാണ്. നമ്മൾ വളർന്നാലേ നമുക്ക് മറ്റുള്ളവരെ, നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെ വളർത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെഡിക്കേഷനോട് മുന്നോട്ട് പോകുന്നതിന് വേറൊരു ഉദാഹരണം വേണ്ട എന്നാണ് തോന്നുന്നത്. സോ ഡിയർ ഫ്രണ്ട്സ്, ദാറ്റ് ഈസ് ABCD. സി രാധാകൃഷ്ണന്റെ പിടിച്ച പിടിയാലെ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതില് അപ്പു എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പു പുഴയിൽ നീന്തുകയാണ്. അപ്പൊ അപ്പു പുഴയിൽ നീന്തുന്ന സമയത്ത്
എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവൻ കൃത്യമായിട്ട് എന്നും പുഴയിൽ നീന്തുന്ന ആളാണ്. എന്നും പുഴയിൽ നീന്തുന്ന ആളാണ്. പക്ഷെ ഇന്ന് അവന് മുങ്ങിപ്പോവാണ്. അവന്റെ ഫ്രണ്ട്സ് വിളിച്ചു പറയുന്നുണ്ട് അപ്പു മുങ്ങിപ്പോകുന്നുണ്ട്. പക്ഷെ ആരും തന്നെ കേൾക്കുന്നില്ല. അങ്ങനെ ഒരു അമ്പലത്തിന്റെ അടുത്താണ് ആ പുഴ. അപ്പൊ അമ്പലത്തെ പിഷാരടി എന്ന് പറഞ്ഞിരുന്ന പൂജാരി അവിടെ എത്തുന്നുണ്ട്. നീന്തി അപ്പുവിന്റെ അടുത്ത് എത്തുന്നുണ്ട്. പക്ഷെ അപ്പു വെള്ളത്തിലേക്ക് അടിയിലേക്ക് പോവാണ്. അങ്ങനെ പിഷാരടി അവനെ രക്ഷിച്ചു, പുറത്ത് കൊണ്ടുവന്നു. അപ്പുവിനോട് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു നീ മുങ്ങിപ്പോവാൻ കാരണം? കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ആ പുഴയിൽ നീന്തുന്നതാണ്. അതിന്റെ കാരണം അവൻ ഉടുത്ത മുണ്ട് മുറുകെ പിടിച്ചതാണ്. ഡിയർ ഫ്രണ്ട്സ്, ചിലത് വിടേണ്ടി വരും. ജീവിതത്തിൽ ചിലത് വിട്ടുകൊടുക്കേണ്ടി വരും. ആ മുണ്ട് പോയി വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അവൻ ആ മുങ്ങിത്താഴ്ചയിൽ നിന്ന് അവൻ രക്ഷിക്കാമായിരുന്നു, സ്വയം രക്ഷിക്കാമായിരുന്നു. നമ്മളെ ഈ ലോകത്ത് നമുക്ക് ചിലത് വിട്ടുകൊടുക്കേണ്ടി വരും. ചില ആളുകളെ വിട്ടുകൊടുക്കേണ്ടി വരും, ചില സാഹചര്യങ്ങളെ വിട്ടുകൊടുക്കേണ്ടി വരും. ചിലപ്പോ നമ്മളെ ചുറ്റുപാടുകൾ തന്നെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും. സോ അങ്ങനെ വിട്ടുകൊടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ചില ആളുകൾ വിട്ടു തന്നത് കൊണ്ടാണ്, ചില സാഹചര്യങ്ങൾ വിട്ടു തന്നതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇന്ന് ജീവിക്കുന്നത്. നമ്മളെ അമ്മ പലതും വിട്ടത് കൊണ്ടാണ്, നമ്മളെ അച്ഛൻ പലതും വിട്ടത് കൊണ്ടാണ്, നമ്മളെ മക്കൾ പലതും വിട്ടത് കൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ലൊരു സാഹചര്യത്തിൽ സന്തോഷത്തിൽ ഇവിടെ ജീവിക്കുന്നത്. എല്ലാവർക്കും ഉയർച്ച മാത്രം ഉണ്ടാവട്ടെ. അടച്ചിടുന്നവയ്ക്കല്ല, തുറന്നു വെക്കുന്നവയ്ക്കാണ് പുതിയ ആകാശം കാണാൻ സാധിക്കുക. എല്ലാവർക്കും പുതിയ ആകാശം കാണാൻ സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഓവർ ടു ചെയർ. താങ്ക് യു രമ്യ മാം. ചെറിയ കവിതകളും കഥകളൊക്കെ ആയിട്ട് മനുഷ്യന്റെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്ന കുറച്ച് ടോപ്പിക് ABCD: അഡാപ്റ്റബിലിറ്റി, ബി ആക്റ്റീവ് ആൻഡ് കോൺഫിഡൻസ്, ഡെഡിക്കേഷൻ. ഒരു മനുഷ്യനും ഒരിക്കലും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. എല്ലാവർക്കും തോന്നും ഞാൻ എല്ലാത്തിനും കഴിയുന്നവനാണ്, ഞാനില്ല എന്നുണ്ടെങ്കിൽ ഈ ഭൂമി ചലിക്കില്ല എന്നുള്ളത്. വെറുതെ തോന്നുന്നതാണ്. ഓരോ മനുഷ്യന്റെയും മനസ്സിൽ ഒരു അഹങ്കാരമായിട്ട് തോന്നുന്ന വാക്കുകളാണ് അതൊക്കെ. ഒരാളും പൂർണ്ണതയിൽ എത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നമ്മളും വളരും, കൂടെ അവരും വളരും. അപ്പോഴാണ് നമ്മളൊരു എന്താ പറയുക, ഒരു ബോസും അതേപോലെ ഒരു ജോലിക്കാരനൊക്കെ ആയിട്ട് മാറുന്നത്. ഏതാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സെഷനുമായിട്ടാണ് രമ്യ നമ്മളിലേക്ക് വന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കുക, ഇവിടെ ഉണ്ടെന്ന് അറിയിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിയിപ്പിക്കാൻ എന്താ വെച്ചാൽ നമ്മളെ വിലപ്പെട്ട ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, അത് എല്ലാവരും ഒന്ന് പറഞ്ഞുകൊണ്ട് രമ്യ മാമിന് സപ്പോർട്ട് കൊടുക്കുക. പ്ലീസ് വെൽക്കം ഓൾ. ഗുഡ് മോർണിംഗ് ടു ആൾ. രമ്യ, എക്സലന്റ് സെഷൻ, നന്നായിരുന്നു. ഇന്ന് എല്ലാവർക്കും പെരുമാറുന്ന മാതിരി തന്നെ ഇന്ന് ക്ലാസ്സും അങ്ങനെ എടുത്ത് നന്നായിരുന്നു. വേണ്ടത് ആദ്യം തുടക്കം തന്നെ നിങ്ങളും ഒന്ന് റിപ്പീറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ചെയ്യിച്ചതാണ്. ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടത് അതാണ്. മറ്റവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൊടുക്കാം, നല്ലൊരു ജീവിതം ജീവിക്കാം. അപ്പൊ അതിനു വേണ്ട ചില ടിപ്സ് പറഞ്ഞ് അഡാപ്റ്റബിലിറ്റി, ബി ആക്റ്റീവ്, കോൺഫിഡൻസ്, കറേജ്,